Guys, we are in Matharan. ഏറ്റവും കൂടുതൽ കണ്ടത് മലയാളികളെയാണ്. ഇതാണ് ഞങ്ങളുടെ ഹോഴ്സേ. ഈ ഹോഴ്സ് ആണെങ്കിൽ ബാഹുബലിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ മത്തേറാൻ മൂഡിലാണ് കേട്ടോ, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലെല്ലാം എന്തുവായിരുന്നു ഓണം എന്തുവാ പൂക്കളവും സദ്യ മൂടാണെങ്കിൽ ഞങ്ങളിവിടെ ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ക്യാൻവാസിങ്ങാ, ഹോഴ്സിൽ പോകാനും അതിൽ പോകാനും ഇതിൽ പോകാനും എല്ലാം. ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് കയറി പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇതൊന്നും വരികയെ വേണ്ട ഇവിടുന്ന്. ഇത് പിള്ളേരടിയപ്പോ कुठला हट्ट अनसेफ आहे. पाय घसरून आतमध्ये इकडनं ചെറുതായിട്ട് വരച്ചു തുടങ്ങി. എല്ലാരും കൂടെ വയ്ക്കാം, എല്ലാരും കൂടെ. चीज എല്ലാരും ചീസ് പറ. ചീസ്. Plastic waste, maintain cleanliness. We wish you a स्वागतम सुस्वागतम. माथेरान गिरिस्थान नगर परिषद माथेरान नगरी आपले सगळ्यांचे स्वागत करते. महाराष्ट्राच्या निसर्गरम्य प्रदूषणमुक्त आणि അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നതാ ഇത് ഇതിൻ്റെ അകത്തും കൊണ്ടുപോകും. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നല്ല മഴയാണിപ്പോൾ. മഴയാണ്. 4000 റുപ്പീസാണ് ഒരു 1 റൂമിന് ഒരു നൈറ്റ്. ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഋഷി ഹായ്. തലയിലിട്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ കുഴപ്പമില്ല, അത്രയ്ക്കും വലിയ ഗുമ്മുള്ളതാണെന്ന് തോന്നിയില്ല. എന്നാലും ഓക്കെ. സ്പെഷ്യൽ വടാപ്പാവ് ഇല്ല എങ്കിൽ മുമ്പ് ഇല്ല. മഹാരാഷ്ട്ര ഇല്ല. എവിടെ പോവാ? ഹിമാലയത്തിൽ ഇങ്ങനെയല്ല പോകുന്ന. അടുത്തുള്ള ഡ്രൈഡിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും. ഇനി ഞങ്ങൾ ഓരോ പോയിന്റൊക്കെ കാണാൻ പോവാണ്. ഇവിടെ നല്ല ഫോഗാണ് കേട്ടോ. മഴ, ഫോഗ്, ഭയങ്കര മഴ കൂട. ഇങ്ങനെയുള്ള തറയിലൊക്കെ നടക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഈ കട്ടയൊക്കെയാണ് ഇവിടെ.
ബട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഹോഴ്സ് റൈഡ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. പിന്നെ നമ്മൾ എപ്പോഴും ശിവടന് ഒറ്റയ്ക്കാ പോകുന്നു. ഇതുപോലത്തെ പ്ലേസാണ് കേട്ടോ. അവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്ലിപ്പാകാനൊക്കെ അതിനേക്കാളും ബെറ്റർ നമുക്ക് നമ്മൾ കയറേണ്ട കുതിരയാണ് കേട്ടോ. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള കുതിരയാണ്. ഇവിടെ കുറേ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോകും നമ്മളെ. അപ്പം ഒരു പേഴ്സൺ എങ്ങാണ്ട് 3700 എങ്ങാണ്ടാണ് എൻ്റെ റേറ്റ്. കുറേ കുതിരാസുണ്ട്. ഇവിടെ കുറേ മങ്കീസൊക്കെ ഉണ്ട്. മങ്കി ഫോൺ തട്ടിക്കൊണ്ട് പോകുന്ന അറിയത്തില്ല. നമ്മൾ പോകേണ്ട കുതിര എങ്ങനെയുണ്ടോ ഈ കുട്ടി? കുതിരപ്പുറത്ത് കയറാൻ പിന്നെ ഏട്ടൻ പോകാൻ വേണ്ടി റെഡ് ആയിട്ട് നിൽക്കുക. ഷിഗുറിന് പിന്നീടും പേടിച്ചിരിക്കുക. മാരൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് തകർക്കുന്നു. നല്ല ഫോഗാണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ 2-3 പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഈ കവർ ഇട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളെല്ലാം കവറായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരെയും കാണാം. ഒരു പച്ച ഇതാണ് കേട്ടോ നമ്മളെ വാട്ടർഫോൾ കണ്ട നദി. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ക്യാമറയിൽ വ്യക്തമാവത്തില്ല. ഭയങ്കര ഫോഗാണ്. ഫോഗി ഫീല. എന്തെങ്കിലും കാണുന്നെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ കേട്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ല ഋഷിക്കോട്ടോ. ഇതിൽ കാണുന്നുണ്ടോ? ഇവിടെ നല്ല മഞ്ഞുണ്ട്. ഇപ്പൊ ഫോഗാണ് ഫുള്ള്. ഫ്രണ്ടിലൊരു പുഴയാണ് കേട്ടാ. പുഴ ഒന്നും കാണുന്നില്ല ഞങ്ങള്. ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് പുഴയാണെന്ന്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർഫോൾ കാണാൻ വന്ന് നിൽക്കുക. എവിടെ ലിറ്റിൽ ബോയ്? ഇതാണ് ലോർഡ് പോയിന്റ്. ഇത് ടെമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ആ മന്ദിർ. കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുട്ടൻ നേരത്തെ ഇവിടെ ഇരുന്നപ്പോ ഇവിടെ പ്രശ്നമായിരുന്നു. ഇപ്പൊ അവിടെ ഇരുന്നപ്പോ അവിടെ പ്രശ്നമായി. പേടിയുണ്ടോ എന്നിട്ടാ? आप भी कम नहीं कर रहे, उसको बच्चे को सब बच्चे को और എക്സ്പീരിയൻസ് അത് ഞാനും പറഞ്ഞു. ഞങ്ങള് എത്ര മണിക്ക്? ഞാനും കുതിര സെയിം കളറാ. 3-4 മണിക്കൂർ. ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയ ഒരു ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ?
കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട്, ഇച്ചിരി വെട്ടമുണ്ട്. നേരത്തേക്ക് ഭയങ്കര ഫോഗായിരുന്നു അല്ലേ, ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊക്കെ. എങ്ങനെയുണ്ട് കുതിരപ്പുറത്തെ സവാരി? ഒരു 50 രൂപ കൊടുത്ത് കുതിരപ്പുറത്ത് കയറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ കയറണ്ടെന്ന് പറഞ്ഞ ആള് 50 രൂപ, കുതിരപ്പുറത്ത് കയറാൻ 50 രൂപ എന്ന് പറഞ്ഞ ആള്. തെലുങ്ക് ഫിലിം എന്നാ പറഞ്ഞ, അതിന് കാണിച്ചു തന്നു ബാഹുബലിയുടെ ചിത്രം, ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ സാരഥിയെ. ബാഹുബലിയുടെ അഭിനയിച്ച കുതിരയുടെ പുറത്ത് കയറാൻ പറ്റിയ ആളാണ് നിൽക്കുന്ന ആള്. പക്ഷെ ഋഷിക്കൂടന് ഭയങ്കര പേടിയായിരുന്നു, ആ ബ്ലാക്ക് കുറച്ച് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് ഋഷി ഭയങ്കര കരച്ചിലായിരുന്നു. ഋഷി തനിയെ കയറും. അമ്മ ഇവിടെ 2-3 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഹണിമൂൺ പോയിന്റ്, ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ ഉള്ളൊരു പോയിന്റ്. അത്രേ ഉള്ളു. നമ്മൾ ഹണിമൂൺ പീരീഡിലാണ്. സമയം 12:30. ഭയങ്കര കാറ്റും തണുപ്പാന്ന് തോന്നുന്നു കേട്ടാ. നേരത്തെ എത്ര നേരം നമ്മൾ പോയപ്പോ നല്ല തണുപ്പ്, അതുകൊണ്ടാണ് ഹണിമൂൺ പോയിന്റ് എന്ന് പറയുന്നത്. ഹണിമൂൺ പോയിന്റ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര തണുപ്പ്. നോക്കിയിട്ടൊരു മങ്കിച്ചേട്ടൻ വരുന്നുണ്ട്, ഫോൺ അടിച്ചോണ്ട് പോകുമെന്ന് അറിയത്തില്ല. അത് മൊത്തം മങ്കികളാണ്. അയ്യോ, ഇത് രണ്ടും അല്ലാട്ടാ, ഇവിടെ മൊത്തം മങ്കികളാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നത്. പുള്ളിയാണ് നമ്മുടെ ഗൈഡ്. ഇവിടെ എല്ലാവരും ഹോഴ്സ് റൈഡിങ്ങിൻ്റെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ശിവാജി മഹാരാജിൻ്റെ അതിൻ്റെ അകത്തെന്താ ഇതാണ് ജിജാബായി, അത് ഇത് ശിവാജി മഹാരാജിന്റെ എക്കോ പോയിന്റ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കുന്നതിന് പൈസയും ഉണ്ട്, അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന്. അല്ല നടക്കുവാ എന്ത്? അയ്യോ, അത്രയും വേണ്ട. ഒന്നും കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ. വൈകുട്ടിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഷൂട്ടിങ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. വൈകുട്ടി അത് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. റെഡി? ഓ, ആ റെഡില് പോണം ബാബ, റെഡില്. അയ്യോ, നല്ല രസമുണ്ട്. കോപിക്കാം. ഓ, എടൊന്നും കേൾക്കുന്നില്ല. എന്തുവാടാ ഇത് നാക്കെടുത്താനായിട്ട്? കഷ്ടം തന്നെ. 3rd പോയിന്റ് കേട്ടാ, വെയിറ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്.
എന്താടാ നീ ഓടി വന്ന്? എന്താടാ എന്താ പറ്റി? വരാനാണോ? ഓക്കെ അമ്മ ഹലോ ഒന്നും കാണാൻ പറ്റില്ല. എക്കോ പോയിന്റ് We are staying Echo Point, but what mean by Echo Point? അയ്യോ യെസ് വെയിറ്റ് ഒന്നുകൂടെ मेरा बहुत फ्रेंड्स लोग का एक प्रॉब्लम है, मैं हिंदी से बात नहीं कर रहा, इसलिए इन लोगों के लिए थोड़ा मजा है क्या? ഒത്തിരി കട്ട് ചെയ്യേണ്ടി വരും നീ ചേട്ടാ. ഇതാണ് നമ്മുടെ ലഞ്ച് അല്ലേ കേട്ടാ. ചിക്കൻ കറിയുണ്ട്, പനീർ കറിയുണ്ട്, അണ്ട കറിയുണ്ട്, ദാൽ, റൈസ് ആൻഡ് ചപ്പാത്തി. मैंने पहले से किया तो लिसा पॉइंट ഒരു ഫസ്റ്റ് നമ്മളൊന്ന് നോക്കി നിൽക്കണം. ഇതെന്ത് മനുഷ്യരാണോ എന്തൊക്കെ കാണിക്കുവാണോ? എടുത്ത് ഓക്കെ ഞങ്ങളുടെ വഴികാട്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ